ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഡേറ്റ് ഡിസംബർ 1. കുറച്ച് ദിവസമായി ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടിൽ ലൈവ് ട്രേഡിംഗ് വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 80H ഒരു ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. നിയർലി 60,000 സൈക്കോളജിക്കൽ ലെവലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്യൂ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആണ്. ആൻഡ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. നിഫ്റ്റി മുൻപ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പോയിന്റിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഒരു വീക്ക്നെസ് ആണ് കാണുന്നത്. ഇപ്പം എന്തായാലും എൻ്റെ പ്ലാന് കോൾ ഓപ്ഷനിലാണ്. ഇപ്പം നമ്മൾ ചാർട്ട് നോക്കുവാണെങ്കിൽ റൈറ്റ്, ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ലെവൽസ് നമുക്കറിയാം 60,000 ലെവലാണ്. അപ്പോൾ ഈ ലെവലിൽ നോർമലി ഈ പറയുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് താഴോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് പല ആൾക്കാരും സെല്ലിംഗ് പൊസിഷൻ ആയിരിക്കും എടുക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആണ് പലപ്പോഴും ട്രേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സൈക്കോളജിയിൽ അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ ഓപ്ഷനിൽ. ഞാൻ ആദ്യം ട്രേഡ് എടുക്കാം ബാങ്ക് നിഫ്റ്റി. ആൻഡ് ഓൾസോ ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈമിൽ. അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇവിടെ 140 ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി കോൾ ഓപ്ഷൻ 225 ഞാനിവിടെ നിഫ്റ്റിയിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. അതിൻ്റെ റീസൺ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന 60,000 സൈക്കോളജിക്കൽ ലെവലാണ്. ഫസ്റ്റ് ടൈമാണ് ബാങ്ക് നിഫ്റ്റി അവിടെ എത്തുന്നത്. ആൻഡ് ഇനീഷ്യലി ഒരു റെഡ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 60,000 ലെവലുണ്ട്. ഇപ്പോൾ നോർമലി ഈ പറയുന്ന റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ അവർ വിചാരിക്കുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈവിലല്ല, ഏറ്റവും ടോപ്പിലുള്ളത് മാർക്കറ്റ് താഴോട്ട് പോകുന്ന വിചാരിച്ചിട്ട് പൊസിഷൻ പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും അതിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അവരെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് വരാൻ സാധ്യതയാണ് കൂടുതലും കാണുന്നത്. റൈറ്റ്, കാരണം മാർക്കറ്റ് ഇനീഷ്യലി ഒരു റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ട്രെങ്ത് അവിടെ കാണുന്നുണ്ട്. റൈറ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെന്റ് നടത്തുന്നത് തന്നെയാണ്. മേ ബി ഈവൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നമുക്കറിയാം ഓൾ ടൈം ഹൈയിൽ സൈക്കോളജി കുറച്ച് ഡിഫറെൻ്റ് ആണ്. റൈറ്റ്, അത് മാത്രമാണ് ഒരു റിസ്ക് നമുക്ക് ഇവിടെ ഉള്ളത്. ഓൾ ടൈം ഹൈയിൽ ട്രേഡ് നടക്കുന്ന സമയത്ത് എങ്ങനെ പ്രൈസ് ബിഹേവ് ചെയ്യുന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. റൈറ്റ്, നിഫ്റ്റി എസ്പെഷ്യലി നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റി ആ ഒരു വീക്ക്നെസ് അവിടെ കാണുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നത് അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ്. കേസ് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ അത് ലോസ് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആണ്. എവിടെയാണ് ലോസ് ബുക്ക് ചെയ്യുന്നത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡേ ലോൻ്റെ താഴെ വരുന്ന സമയത്ത് എൻ്റെ റിസ്ക് റിവാർഡിനനുസരിച്ച് എൻ്റെ റിസ്ക് മാനേജ് അനുസരിച്ചിട്ട് ഞാൻ അവിടുത്തെ ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, സോ പൊസിഷൻ യെസ് റണ്ണിങ്ങിലാണ്. ചെറിയ പ്രോഫിറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. ബാങ്ക് നിഫ്റ്റി എക്സ്പെക്ട് ചെയ്ത പോലെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സൈഡ് വന്ന് ഇപ്പോൾ 60,000 മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പ്രോഫിറ്റ് ആണ്. പക്ഷേ നിഫ്റ്റി കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ആ ഒരു ഹൈയിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് വീക്ക്നെസ് ആണ് കാണുന്നത്. ഡേ ലോ ഒക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. റൈറ്റ്, ബട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കോൺഫിഡൻറ്റ് തന്നെയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. നിഫ്റ്റി ചെറിയ ലോസിലാണ്, ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റിലാണ് ഉള്ളത്. റൈറ്റ്, അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. നിഫ്റ്റി ഇവിടുന്ന് റിവേഴ്സിൽ വരുവാണെങ്കിൽ, നിഫ്റ്റി കൂടി ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈസിലി ടാർഗറ്റ് നമുക്ക് കിട്ടും. റൈറ്റ്, ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി 60,000 ലെവലിലാണുള്ളത്. അപ്പോൾ വീണ്ടും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ദറ്റ് മീൻസ് ബയേഴ്സ് ആണ് കൺട്രോൾ ഉള്ളത് തന്നെയാണ്. സോ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് മൂവ്മെന്റ് നടത്തും. അഗെയിൻ പുതിയ ഫ്രഷ് ബയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ വീക്ക്നെസ് വരുവാണെങ്കിൽ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതകളും ഉണ്ട്. എസ്പെഷ്യലി നിഫ്റ്റി വരുന്ന സമയം നിഫ്റ്റി കുറച്ച് വീക്കാണ്. റൈറ്റ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഹോൾഡ് ചെയ്യുവാണ്. നോക്കാം എങ്ങനെയാണ് മൂവ്മെന്റ്. ഓക്കെ കേസ്, അപ്പം ബാങ്ക് നിഫ്റ്റി എൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡേ ഹൈ വരെ മാർക്കറ്റ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ടാർഗറ്റ് പോയിന്റ് എനിക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ നിഫ്റ്റി കംപ്ലീറ്റ്ലി ഡൈവർജൻസ് ആണ്, താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പൊസിഷൻ നോക്കുവാണെങ്കിലും നിഫ്റ്റി ഏകദേശം ഒരു 20 പോയിന്റിൻ്റെ അടുത്ത് ലോസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് വെയിറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒരു വീക്ക്നെസ് വരുന്ന സമയത്ത് മേ ബി എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ട് സാധ്യത. റൈറ്റ്, അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് എൻ്റെ ചെറിയ പ്രോഫിറ്റാണുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഡേ ഹൈയിലൊക്കെ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നുണ്ട്. റൈറ്റ്, സോ ചെറിയ പ്രോഫിറ്റ് ആണുള്ളത്. ഞാൻ എൻ്റെ പൊസിഷൻ ഇവിടെ എക്സിറ്റ് ചെയ്യുവാണ്.
ഡൺ. സോ ചെറിയൊരു പ്രോഫിറ്റ്, സോ ഫൈൻ. ഇതിനെക്കാട്ടി വലിയ പ്രോഫിറ്റ് വന്നതാണ്, പക്ഷേ നിഫ്റ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ മൂവ്മെന്റ് തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഡൈവർജൻസ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. മേ ബി ഈ ഒരു സെല്ലിങ് കണ്ടിന്യൂ ഒക്കെ ചെയ്യാം, റൈറ്റ്? സൈക്കോളജി എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സൂപ്പർ ബാങ്ക്, താങ്ക് യു.